വാർത്തകൾ വിശദമായി. സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 182 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മടങ്ങിവരവ്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 4 മണിക്ക് രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സജി ചെറിയാൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തിന്റെ മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവവും പ്രതിജ്ഞ ചെയ്യുന്നു. പാർട്ടിയോടും ജനങ്ങളോടും നന്ദി പറയുന്നുവെന്നാണ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള സജി ചെറിയാന്റെ ആദ്യ പ്രതികരണം. നേരത്തെ കൈകാര്യം ചെയ്ത ഫിഷറീസ്, സിനിമ, സാംസ്കാരിക വകുപ്പുകൾ ലഭിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. കാരണം ജനങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ കിട്ടിയൊരു അവസരം കൂടിയാണ് 6 മാസം. അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമരംഗത്തുള്ള സുഹൃത്തുക്കളുടെ സഹായത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ നിലയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എന്നെ സഹായിച്ച തീരുമാനമെടുത്ത എൻ്റെ പാർട്ടി, അതിൻ്റെ നേതൃത്വം, ആ തീരുമാനം നടപ്പാക്കാൻ മുൻകൈയെടുത്ത കേരളത്തിൻ്റെ ബഹുമാന്യ മുഖ്യമന്ത്രി, മന്ത്രിസഭയിലെ അംഗങ്ങൾ, ബഹുമാനപ്പെട്ട ഗവർണർ, കേരളത്തിലെ ജനങ്ങൾ, ഇതിലെല്ലാം ഉപരി ചെങ്ങന്നൂരിൽ എനിക്ക് ഈ ശക്തമായ പിന്തുണ. ഞാൻ രാജിവെച്ചതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എന്നെ 2 കൈ കൊണ്ട് സ്വീകരിച്ച എൻ്റെ ചെങ്ങന്നൂരിലെ എൻ്റെ ജനങ്ങൾ, അവരുടെ സ്നേഹവും വിശ്വാസവുമാണ് എനിക്ക് ശക്തമായി പ്രവർത്തിക്കാൻ പ്രചോദനം നൽകിയത്. അവരോട് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സഹായവും പിന്തുണയും ആത്മാർത്ഥം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, LDF കൺവീനർ EP ജയരാജൻ തുടങ്ങിയവരും സംസ്ഥാനത്തെ മന്ത്രിമാർ, ഭരണകക്ഷി നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. യോഗനാഥം ന്യൂസ്, തിരുവനന്തപുരം.